ഉമ്മൻചാണ്ടിയുടെ മകൾ ഡോക്ടർ മറിയ ഉമ്മൻ സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നു. താൻ സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നു എന്ന സൂചന നൽകി വിവിധ സഭാ അധ്യക്ഷന്മാരുമായി അവർ കൂടിക്കാഴ്ചകൾ നടത്തി. ഇത് രാഷ്ട്രീയ കേരളത്തിൽ ചർച്ചയാവുകയാണ്. തിരുവല്ലയിലെ മാർത്തോമ സഭ ആസ്ഥാനത്തെത്തി ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലീത്തയെയും തുടർന്ന് കാഞ്ഞിരപ്പള്ളി ബിഷപ്പ് ഹൗസിൽ രൂപത മെത്രാനെയും അവർ നേരിൽ കണ്ടു. കഴിഞ്ഞ ദിവസം കുറുവിലങ്ങാട് പള്ളി സന്ദർശിച്ച മറിയ സ്ഥാനാർത്ഥിയാകണമെന്ന് വൈദികർ തന്നെ ആവശ്യപ്പെട്ടു. കാഞ്ഞിരപ്പള്ളി മണ്ഡലമാണ് മറിയയ്ക്കായി പരിഗണിക്കുന്നത്. ഉമ്മൻചാണ്ടിയുടെ മറ്റൊരു മകൾ അച്ചു ഉമ്മൻ്റെ പേരും പാർട്ടി നേതൃത്വത്തിൻ്റെ പട്ടികയിലുണ്ട്. മറിയ ഉമ്മൻ സ്ഥാനാർത്ഥിയാവുന്നതിലൂടെ ഉമ്മൻചാണ്ടി തരംഗം വരുന്ന തെരഞ്ഞെടുപ്പിൽ നിലനിർത്താനാകുമെന്നും അത് ആഞ്ഞു വീശുമെന്നും കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നു. ഒരു വിട്ടുവീഴ്ചയ്ക്കും ഈ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും കോൺഗ്രസ് സ്വീകരിക്കില്ല. കാരണം ഉമ്മൻചാണ്ടിയെ ജനങ്ങൾ അത്രയേറെ സ്നേഹിക്കുന്നു. ഉമ്മൻചാണ്ടിയുടെ ഡോക്ടർ മറിയ ഉമ്മൻ പലപ്പോഴായി ഉമ്മൻചാണ്ടിയുമായുള്ള ആത്മബന്ധത്തിൻ്റെ സംഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട് കേരളത്തോട്. പലപ്പോഴും നിയമസഭയിൽ വെച്ച് താനൊരിക്കൽ നിയമസഭയിൽ വെച്ച് തന്നെ അപമാനിച്ചപ്പോൾ അച്ഛൻ ഒരുപാട് വേദനിച്ചു എന്ന് മറിയ ഉമ്മൻ പറഞ്ഞിട്ടുണ്ട്. ഉമ്മൻചാണ്ടിയുടെ മകൾക്കായി കാഞ്ഞിരപ്പള്ളി മണ്ഡലം കോൺഗ്രസ് നൽകുമ്പോൾ അവിടെ അവർ ജയിക്കും എന്നുള്ളതിൽ രണ്ട് അഭിപ്രായമില്ല. അതിന് മുന്നോടിയായിട്ടാണ് അവർ സഭാ അധ്യക്ഷന്മാരെ നേരിട്ട് തന്നെ കണ്ടത്. ക്രൈസ്തവ സഭയുടെ പൂർണ്ണമായ പിന്തുണ ഉമ്മൻചാണ്ടിയുടെ മകൾക്ക് ഉണ്ടാകും. അച്ചു ഉമ്മൻ മത്സരിക്കും എന്ന സൂചനയും കോൺഗ്രസ് നൽകുന്നുണ്ട്. പക്ഷേ അച്ചു ഉമ്മൻ മത്സരിക്കാൻ സാധ്യതയില്ല എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. അച്ചു ഉമ്മന് പകരം ഡോക്ടർ മറിയ ഉമ്മനെ സ്ഥാനാർത്ഥിയാക്കിക്കൊണ്ട് ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾ പുതുക്കാനും അത് മധ്യ കേരളത്തിൽ ആവേശമാക്കി മാറ്റാനുമാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത്. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് UDFിലേക്കില്ലെന്ന് വ്യക്തമായി. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ കുത്തകയാണ് ക്രൈസ്തവ വോട്ടുകൾ. ആ ക്രൈസ്തവ വോട്ടുകൾ മറിയ ഉമ്മൻ സ്ഥാനാർത്ഥിയാകുന്നതിലൂടെ കോൺഗ്രസിലേക്ക് ക്രോഡീകരിക്കാൻ കഴിയും എന്നാണ് കോൺഗ്രസിൻ്റെ വിശ്വാസം. അതേസമയം പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിൽ നിന്ന് മാറി നിൽക്കാൻ താൻ തയ്യാറാണെന്ന് ചാണ്ടി ഉമ്മൻ പറഞ്ഞത് നേതൃത്വത്തെ അമ്പരപ്പിച്ചിട്ടുണ്ട്. ചാണ്ടി ഉമ്മൻ പറഞ്ഞത് തനിക്ക് പകരം മറ്റാര് മത്സരിച്ചാലും തനിക്ക് പ്രയാസമില്ല എന്നാണ്. സഹോദരിമാരുടെ പേരുകൾ പല മണ്ഡലങ്ങളിലും ഉയർന്നു കേൾക്കുന്നുണ്ടെങ്കിലും തൽക്കാലം രണ്ടുപേർക്കും മത്സരിക്കാൻ താല്പര്യമില്ലെന്നും ചാണ്ടി ഉമ്മൻ ഈ മാസമാദ്യം പറഞ്ഞിരുന്നു. എന്നാൽ കാര്യങ്ങൾ അങ്ങനെയല്ല. ഡോക്ടർ മറിയ ഉമ്മൻ സഭയുടെ മേലധ്യക്ഷന്മാരുമായി ചർച്ച നടത്തിയത് മത്സരിക്കാൻ പോകുന്നതിൻ്റെ സൂചനയായി വേണം കണക്കാക്കാൻ. അവർ വിവിധ സഭാ അധ്യക്ഷന്മാരുമായി ആദ്യഘട്ട ചർച്ചകൾ പൂർത്തിയാക്കി കഴിഞ്ഞു. കാഞ്ഞിരപ്പള്ളി ബിഷപ്പ് ഹൗസിൽ രൂപതാ മെത്രാനെ അവർ നേരിൽ കാണുകയും അനുഗ്രഹം വാങ്ങുകയും ചെയ്തു കഴിഞ്ഞു. കുറുവിലങ്ങാട് പള്ളി സന്ദർശിച്ച വേളയിൽ മറിയ സ്ഥാനാർത്ഥിയായി മത്സരിക്കണമെന്ന് വൈദികർ തന്നെ ആവശ്യപ്പെട്ടതും ശ്രദ്ധേയം. തിരുവനന്തപുരം ഏണസ്റ്റ് ആൻഡ് യങ്ങിലെ ഉദ്യോഗസ്ഥയായ മറിയ ഉമ്മൻ മാനേജ്മെൻറ്റിൽ ഡോക്ടറേറ്റ് നേടിയിരുന്നു. പലപ്പോഴും സൈബറിടങ്ങളിൽ മറിയ ഉമ്മനെ ഇടതുപക്ഷം വളരെ ക്രൂരമായി അധിക്ഷേപിച്ചിട്ടുണ്ട്, അവരുടെ വ്യക്തിപരമായ കാര്യങ്ങൾ പറഞ്ഞ്. അപ്പോഴൊക്കെ താൻ പിടിച്ചു നിന്നത് അപ്പയുടെ കരുത്തുകൊണ്ടാണെന്ന് മറിയ ഉമ്മൻ പറഞ്ഞിട്ടുണ്ട്. മറിയ ഉമ്മൻ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ ഒരു വൈകാരിക തലമാണ്. ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾ ഉണർത്തുന്ന വൈകാരിക തലം. ചാണ്ടി ഉമ്മന് സഹോദരിമാർ മത്സരിക്കുന്നതിനോട് താല്പര്യമില്ലെന്നാണ് സൂചന. അതുകൊണ്ടാണ് സഹോദരിമാർ മത്സരിക്കാൻ താല്പര്യപ്പെടുന്നില്ലെന്ന് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ കാര്യങ്ങൾ അങ്ങനെയല്ല എന്ന് ഇപ്പോൾ വ്യക്തമാകുന്നു.
എന്തായാലും മറിയ ഉമ്മനായി കാഞ്ഞിരപ്പള്ളി സീറ്റ് ഒഴിച്ചിട്ടിരിക്കുകയാണ് കോൺഗ്രസ്.